എന്തെങ്കിലും രീതിയിലുള്ള ആത്മാവോ അങ്ങനെ എന്തെങ്കിലും ശരീരത്തെ അകത്തിരുന്ന് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഊർജം മരണസമയത്ത് പുറത്തേക്ക് പോകുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ അകത്ത് ജീവനുള്ളപ്പോൾ ഇരുന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നോ നാളിതുവരെ നമുക്ക് യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആത്മാവിനെക്കുറിച്ച് അല്ലെങ്കിൽ റൂഹിനെക്കുറിച്ച് ശാസ്ത്രം എന്താണ് പറയുന്നത്? ശാസ്ത്രത്തിന് റൂഹിനെക്കുറിച്ചൊന്നും പറയാനില്ലാത്തത് കൊണ്ട്, ആത്മാവിനെക്കുറിച്ചൊന്നും പറയാനില്ലാത്തത് കൊണ്ട് തന്നെ ആകെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് നിരീശ്വരവാദികൾ. ഏത് നിലപാടെടുക്കണം? കാരണം ശാസ്ത്ര വിഷയത്തിലൊന്നും പറഞ്ഞിട്ടില്ല, ശാസ്ത്രമൊന്നും കണ്ടെത്തിയിട്ടുമില്ല. അതുകൊണ്ട് ആകെ ചെയ്യാനുള്ളത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കണ്ടെത്തിയിട്ടില്ലാത്ത ആത്മാവിനെ, റൂഹിനെ നിഷേധിക്കുക എന്നുള്ളതാണ്. മനുഷ്യ ശരീരത്തിൽ അങ്ങനെ ഒന്നില്ല. അങ്ങനെ ഒരു ജീവിച്ചിരിക്കുമ്പോൾ അവനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഊർജം മരണപ്പെടുമ്പോൾ പുറത്തേക്ക് പോകുമെന്നോ, ജീവിച്ചിരിക്കുമ്പോൾ അകത്ത് നിന്ന് പവർ അല്ലെങ്കിൽ ഊർജം സപ്ലൈ ചെയ്യുമെന്നോ ഒരു വിശ്വാസം നിരീശ്വരവാദികൾക്കില്ല. കാരണം അവർ കണ്ടിട്ടില്ല. ആദ്യമേ പറയട്ടെ, കാണാത്തതിനെയൊക്കെ നിഷേധിക്കുകയാണ് എങ്കിൽ നിരീശ്വരവാദികൾക്ക് നിഷേധിക്കാനേ നേരമുണ്ടാകും. കാരണം കാണാത്ത ഗ്രാവിറ്റിയിൽ ശാസ്ത്രത്തിൻ്റെ ആളുകളാണ് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ശാസ്ത്രം ഞങ്ങളുടേതാണ്, ശാസ്ത്രം കണ്ടെത്തിയതും ഞങ്ങളാണ്, ശാസ്ത്രം കൊണ്ടു നടക്കുന്നതും ഞങ്ങളാണ് ശാസ്ത്രം എന്ന് പറഞ്ഞു നടക്കുന്ന നിരീശ്വരവാദികൾ. ഗ്രാവിറ്റി നിങ്ങൾ കണ്ടിട്ടാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്ന ഭൂമിയിലേക്ക് എല്ലാത്തിനെയും പിടിച്ചു വലിക്കുന്ന ആ ശക്തിയെ ആരാണ് കണ്ടത്? ആരും കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കാണാത്തതിന് നിങ്ങൾ വിശ്വസിക്കുന്നു. മൊബൈലുകളും ലാപ്ടോപ്പുകളും ഉപയോഗിക്കുന്ന ആളുകൾ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യും. വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി, കണക്ക് കൂട്ടാൻ വേണ്ടി, മീഡിയ ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലാത്ത ജീവിതത്തിലെ വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടി ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നവർ ആപ്ലിക്കേഷനുകൾ വിശ്വസിക്കുകയും പേര് പറയുകയും എല്ലാം ചെയ്യും. എന്നാൽ ഇതാരും കണ്ടിട്ടില്ല. അപ്പോൾ കാണാത്തതിനെ നിങ്ങൾ വിശ്വസിക്കുന്നു, പക്ഷേ മരണമെന്ന് പറയുന്ന, റൂഹ് എന്ന് പറയുന്ന വസ്തുവിനെ നിങ്ങൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവില്ല എന്ന് പറയരുത്. ഞാൻ ഇന്നലെ മനോഹരമായൊരു സ്വപ്നം കണ്ടു. ഞാൻ എൻ്റെ പ്രിയതമയുമായി കൊഞ്ചിക്കുഴഞ്ഞ് പൂന്തോട്ടത്തിലൂടെ നടക്കുന്ന സ്വപ്നം, അല്ലെങ്കിൽ ഭീമാകാരന്മാരായ ജീവികൾ എൻ്റെ പുറകിൽ ഓടി വരുന്ന ഭയാനകമായ സ്വപ്നം. ഈ സ്വപ്നം കണ്ടു എന്ന് നിങ്ങൾ പറയുമ്പോഴും എന്താണ് തെളിവ് നിങ്ങൾ സ്വപ്നം കണ്ടു എന്നുള്ളതിന്? നിങ്ങൾ ഞെട്ടി ഉണരുമ്പോൾ ഒന്നും കാണാനില്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ള പൂന്തോട്ടങ്ങളില്ല. നിങ്ങൾ ഓടിപ്പിച്ച ഭീമാകാരന്മാരായ പേടിപ്പെടുത്തുന്ന സത്വങ്ങളില്ല. പക്ഷേ നിങ്ങൾ പറയും ഞാൻ സ്വപ്നം കണ്ടു എന്ന്. അതുപോലെ തന്നെ നമ്മുടെ വികാരങ്ങളും നമ്മുടെ സ്നേഹങ്ങളും ഇതൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും, ബോധമുള്ള ആളാണ് മനുഷ്യൻ എന്ന് പറയുമ്പോൾ എവിടെയാണ് ബോധം? ആരാണ് ബോധത്തെ കണ്ടത്? ബോധത്തെ കാണാതെ ഭൂതത്തെ പോലെ നിൽക്കുന്ന മനുഷ്യന്മാർ പറയും ഞങ്ങൾ ബോധത്തെ കണ്ടു. ഇതൊരു കളവല്ലേ? യഥാർത്ഥത്തിൽ നിരീശ്വരവാദികളുടെ അഭിപ്രായത്തിൽ ഇതൊരു കളവല്ലേ? കണ്ടിട്ടില്ലല്ലോ. ആത്മാവിനെ ഞങ്ങൾ കണ്ടിട്ടില്ല, ആത്മാവിനെക്കുറിച്ച് തെളിവൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കൂല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തങ്ങളോട് തന്നെ, തങ്ങളുടെ ചിന്തകളോടും തങ്ങളുടെ ബുദ്ധിയോടും ചെയ്യുന്ന വഞ്ചന മാത്രമാണ്. ആത്മാവിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ ആ കാര്യത്തിൽ ശാസ്ത്രത്തിനൊന്നും പറയാനില്ലെങ്കിലും ഖുർആൻ 1400 കൊല്ലം മുന്നേ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് ആത്മാവ് എന്നും എങ്ങനെയാണെന്നും. മനുഷ്യൻ ആക്സസ് അല്ല, മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റിയ, മനുഷ്യന് ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മെഷർമെൻറ്റിൻ്റെ ഡിവൈസ് ഉപയോഗിച്ചോ കണ്ടെത്താൻ പറ്റിയ സാധനമാണോ റൂഹ്? സൂറത്തുൽ ഇസ്രായിൻ്റെ 85-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വയസ്അലൂനക അനിർ റൂഹി ഖുലി റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. അവർ ആത്മാവിനെക്കുറിച്ച്, റൂഹിനെക്കുറിച്ച് നബിയെ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. അവരോട് പറയണം ഖുലി റൂഹു മിൻ അംരി റബ്ബി. റൂഹ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കാര്യങ്ങളിൽപ്പെട്ടതാണ്. വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. ആ വിഷയത്തിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് അറിവ് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. ആത്മാവിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ആക്സസ് ലഭിക്കാത്ത അറിവാണ്. നിങ്ങൾക്ക് കൂടുതലായി അറിയാത്ത അറിവാണ്. അത് തന്നെയാണ് ഇന്നത്തെ നിരീശ്വരവാദികളും പറയുന്നത്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് ഞങ്ങളതിനെ നിഷേധിക്കുകയാണ്. നിന്നിൽ റൂഹുണ്ട് എന്നതിന് ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ തന്നെ, ലോജിക്കലായി ചിന്തിക്കുമ്പോൾ തന്നെ ഒരുപാട് തെളിവുകൾ നമുക്ക് ചുറ്റുമുണ്ട്. മനുഷ്യ ശരീരം എന്ന് പറയുന്ന ഒരു മെഷീൻ പോലെ പ്രവർത്തിക്കുന്ന ഒന്ന്. നമ്മുടെ ഹൃദയം പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വളരെ സങ്കീർണമായ ഞരമ്പുകളിലേക്ക്, വെയിൻസ് നെറ്റ്വർക്കിലേക്ക് രക്തം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന നമ്മുടെ ഹൃദയം, ശരീരത്തിനാവശ്യമായ, പ്രവർത്തിക്കാനാവശ്യമായ, ചിന്തകൾക്കാവശ്യമായ, പ്രതികരണങ്ങൾക്കാവശ്യമായ നിർദ്ദേശങ്ങൾ ഇങ്ങനെ സദാസമയവും നൽകിക്കൊണ്ടേയിരിക്കുന്ന നമ്മുടെ തലച്ചോറ്, അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധശേഷി, രോഗങ്ങൾക്കെതിരെ നമ്മുടെ ശരീരം എല്ലാ സമയവും പ്രതിരോധിച്ചുകൊണ്ടിരിക്കാൻ, ഡിഫെൻസ് ചെയ്തുകൊണ്ടിരിക്കാൻ. ഈ
മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയവും നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്ന തലച്ചോറും അതുപോലെ തന്നെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റവും പെട്ടെന്ന് നിലച്ചു പോവാണ്. എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ മരണം ഒരാളെ പിടികൂടി കഴിയുമ്പോൾ, ഒരാൾ മരണത്തിന് കീഴടങ്ങി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ മരണപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവിടെയുണ്ട്. അയാളുടെ കരങ്ങളുണ്ട്, അയാളുടെ കണ്ണുകളുണ്ട്, കാതുകളുണ്ട്, ചെവിയുണ്ട്, ശരീരത്തിൻ്റെ ഓരോ കോശങ്ങൾ പോലും അവിടെയുണ്ട്. എങ്കിൽ എന്തേ നിരീശ്വരവാദികളെ അയാൾക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തത്? അയാൾക്ക് പ്രവർത്തിക്കാൻ അയാളുടെ ഈ ഭൗതിക ശരീരം മാത്രം മതിയെങ്കിൽ അതെല്ലാം അവിടെ ഇല്ലേ? നിങ്ങളതിനെ പ്രവർത്തിപ്പിക്ക്, അതിനെ നിങ്ങൾ എഴുന്നേറ്റ് നിർത്ത്, അതിനെ അനിമേറ്റ് ചെയ്യ്, അതിന് ചലനങ്ങൾ കൊടുക്ക്. ലോകത്ത് ഒരാൾക്കും ഇന്ന് വരെ അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ആത്മാവിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ആത്മാവെന്ന് പറയുന്ന റൂഹ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ശരീരങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകുന്ന ഒരു എനർജി സോഴ്സ് അത് ശരീരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. പിന്നെ എങ്ങനെയാണ് അതിന് പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ വ്യക്തമാണ്. ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് മിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ തുറാബ്. നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നത് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ദൃഷ്ടാന്തമാണ്. എന്നിട്ട് അതിലേക്ക് ആത്മാവിനിട്ട് തരികയും ചെയ്തു. എന്നിട്ട് നിങ്ങൾ ഭൂമിയിലാകെ നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ വളരെ കുറച്ച് ആളുകൾ മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ. നന്ദി കാണിക്കാൻ താല്പര്യമുള്ള ആളുകൾ നന്ദി കാണിക്കും. നന്ദിയില്ലാത്തവർ ദൈവത്തെ നിഷേധിച്ചുകൊണ്ട്, ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, ദൈവത്തെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നതിൻ്റെ ഫലം നാളെ അവർ തന്നെ അനുഭവിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും, സൂറത്തുർ റഹ്മാൻ്റെ 20-ാമത്തെ ആയത്ത്, അൻ ഖലഖ ലക്കും മിൻ തുറാബിൻ സുമ്മ ഇദാ അൻതും ബശറുൻ തൻതശിറൂൻ. നിങ്ങളെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും ശേഷം നിങ്ങളിലേക്ക് ആത്മാവിനിട്ട് തരികയും ചെയ്തു. വിശുദ്ധ ഖുർആനിൻ്റെ വാക്കുകൾ അത്ര മനോഹരാണ്. നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് നിങ്ങളിലേക്ക് ആത്മാവിനിട്ട് തന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അങ്ങനെ നിങ്ങൾ ഈ മണ്ണ് കൊണ്ട് തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ, ആത്മാവിടാത്ത മണ്ണ് കൊണ്ട് തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ മരണത്തിന് ശേഷം അങ്ങനെ തന്നെയല്ലേ? മരണത്തിന് ശേഷവും നിങ്ങൾ മണ്ണനല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരങ്ങളിലുള്ള നിങ്ങളുടെ ഞരമ്പുകളും നിങ്ങളുടെ എല്ലുകളും നിങ്ങളുടെ തലച്ചോറും നിങ്ങളുടെ കരളും ഹൃദയവും എല്ലാം നിങ്ങളിലുണ്ട്. പക്ഷേ ഒരു ചെറുവിരൽ അനക്കാൻ മനുഷ്യന് കഴിയോ? ആ ചെറുവിരലൊന്ന് പൊക്കാൻ ഏതെങ്കിലും ശാസ്ത്രത്തിനോ ശാസ്ത്രകാരന്മാർക്കോ കഴിയോ? ഒരിക്കലും കഴിയില്ല. കാരണം ആത്മാവ് വിട്ടുപോയ ശരീരത്തിന് ഒരിക്കലും ഇതൊന്നും സാധ്യമല്ല എന്നത് വളരെ വ്യക്തമാണ്. പിന്നെ ഞങ്ങൾ റൂഹിനെ കണ്ടിട്ടില്ല, ആത്മാവിനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കൂല, അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും അംഗീകരിക്കില്ല എന്ന് പറയുന്നതൊക്കെ വെറുതെ കണ്ണടച്ചിതിരിട്ടാണെന്ന് പറയുന്നത് പോലെ ഇതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് ആളുകൾക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. ഇത് ബുദ്ധിയുള്ളവർക്ക് വേണ്ടി ഇറക്കപ്പെട്ട ഗ്രന്ഥവും ബുദ്ധിയുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുന്നവർക്ക് വേണ്ടി അയക്കപ്പെട്ട പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമാണ്. അവരാണ് പഠിപ്പിക്കുന്നത് ആത്മാവിനെക്കുറിച്ച്. ആത്മാവില്ല എന്ന വാദങ്ങൾ, പൊള്ളയായ വാദങ്ങൾ വാദിക്കുമ്പോൾ മരണത്തോടുകൂടെ പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്നത് വ്യക്തമാക്കാൻ നിരീശ്വരവാദികൾ ബാധ്യസ്ഥരാണ്. ആ ബാധ്യത നിറവേറ്റണം. അല്ല എങ്കിൽ സത്യം മനസ്സിലാക്കി വിശുദ്ധമായ വിശ്വാസത്തിലേക്ക് മടങ്ങണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.